ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th ലെവൽ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? സ്ഥിരമായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. വിപണി മിച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. ഇതിനകത്ത് കഴിയാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർധനവാണ് ഉൾപ്പെടുത്താൻ കഴിയാത്തത്. അപ്പം വിപണി മിച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യത്തിലെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത, ഈ 3 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഹരിത വിപ്ലവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യം ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഇനി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ. ഏഷ്യൻ ഗേഹമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് ചോദിച്ചാലും ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും MS സ്വാമിനാഥന്റെ പേര് ഓർത്തു വെച്ചേക്കണം. അദ്ദേഹം 2023 സെപ്റ്റംബറിലാണ് അന്തരിച്ചത്. പ്രധാനപ്പെട്ട പുസ്തകമാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ എന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. പിന്നെ വീറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയതും അദ്ദേഹം തന്നെയാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുന്നതാണ്. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ ചോദിച്ചാലും വീറ്റ് റവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാലും MS സ്വാമിനാഥന്റെ പേര് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇനിയും ഹരിത വിപ്ലവത്തിന്റെ ഒന്നാമത്തെ ഫേസ് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണെന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. രണ്ടാം ഘട്ടമായിട്ട് വരുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഒന്ന് ഓർത്തു നോക്കൂ, 1960 പകുതി മുതൽ 1970 വരെ. സെക്കൻഡ് ഫേസ് 1970 മുതൽ 1980 പകുതി വരെ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ആരാണ്? MP സിംഗ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. നെക്സ്റ്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആണ് C സുബ്രഹ്മണ്യം. കൃഷിമന്ത്രിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ C സുബ്രഹ്മണ്യം, കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അത് ഓർത്തു വെച്ചേക്കണം. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിഭവങ്ങൾ ഉയർന്ന വില ലഭിച്ചത്, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം, അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇനം വിത്തുകളാണ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് യൂസ് ചെയ്തത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, കാർഷിക ഉപകരണങ്ങൾ ആധുനികമായിട്ടൊക്കെ ഉള്ളതാണ് യൂസ് ചെയ്തത്. പിന്നെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തു. ലോ ഇൻട്രസ്റ്റ് ആയിരുന്നു വായ്പകൾക്ക് ലഭിച്ചിരുന്നത്. കാർഷിക വിഭവങ്ങൾക്ക് നല്ല വില ലഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മാർക്കറ്റും ഇവർക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സവിശേഷതയായിട്ടാണ് പറയുന്നത്. ഇനി നമ്മളുടെ ചോദ്യത്തിനകത്ത് നേട്ടമാണ് ചോദിച്ചത്. അപ്പം നേട്ടം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. കാര്യം പല ക്വസ്റ്റ്യൻസിനകത്തും പല രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി എന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഉൽപാദനം വർദ്ധിച്ചു, അതൊക്കെ ആണല്ലോ. ഇനിയും ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ വർധന ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S എന്ന് വേണം പറയാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്തു? നാഷണൽ ഇൻകം കൂടി എന്ന കാര്യം ഓർത്തുവെക്കുക. ഹരിത വിപ്ലവം മൂലം ദേശീയ വരുമാനം കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടി. ഇനി കാർഷിക മേഖലയിലും ഗ്രാമീണ കാർഷികേതര സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ സാധ്യത, തൊഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പാരിറ്റീവ്ലി കൂടിയിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന്റെ ഭക്ഷ്യശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പം അതായത് ഇവിടെ നമുക്ക് ഓപ്ഷനകത്ത് കരുതൽ ശേഖരം എന്നിട്ടുണ്ടല്ലോ. അതായത് ഈ ഭക്ഷ്യശേഖരം എന്ന് പറയുന്ന സംഭവം ജനങ്ങളിലേക്ക് എത്തുന്നത് പൊതുവിതരണ വകുപ്പ് വഴിയിട്ട് ലോ കോസ്റ്റിലാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് ഹരിത വിപ്ലവത്തിന്റെ ഒരു അനന്തര ഫലമായിട്ടുള്ള നേട്ടമാണ്. അതായത് ഭക്ഷ്യവിഭവങ്ങൾ കരുതൽ ശേഖരം വഴിയിട്ട് പൊതുവിപണിയിലേക്ക് ഇറക്കുന്നത്, അതായത് പൊതു വിതരണ സംവിധാനത്തിലൂടെ പൈസ കുറച്ചിട്ട് കൊടുക്കുന്ന രീതിയാണ് ഹരിത വിപ്ലവത്തിന് ശേഷം ഉണ്ടായിരുന്നത്. ഇനി കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം
ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്വയം പര്യാപ്തമാക്കി. സ്വയം പര്യാപ്ത ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു? സ്വയം പര്യാപ്തത ഉണ്ടായി. ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യശേഖരം, അതാണ് കരുതൽ ശേഖരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണം. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടായി, ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടായി, കാർഷിക മേഖലയിലും ഗ്രാമീണ കാർഷികേതര സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ കൂടിയിട്ടുണ്ട്. ഇനി കരുതൽ ശേഖരം ഉണ്ടായി, ഭക്ഷ്യത്തിന്റെയൊക്കെ കുറച്ചൊക്കെ ഫുഡൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? പൊതു വിതരണ സംവിധാനത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് വില കുറച്ച് എത്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, സാങ്കേതിക വിദ്യയുടെ വ്യാപനം സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപര്യാപ്തത പരിഹരിക്കാൻ വേണ്ടിയിട്ട് ധാന്യശേഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോട്ടങ്ങളും എപ്പോഴും പരീക്ഷക്കാർക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. എന്താണ്? വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി ഹരിത വിപ്ലവത്തിന്റെ കോട്ടങ്ങളിൽ, ഡിഫക്റ്റുകളിൽ ഒന്നാണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അന്തരം കൂടി. ഗുണം കൂടുതലും ലഭിച്ചത് ആർക്കായിരിക്കും? ധനികരായിട്ടുള്ള കർഷകർക്കായിരുന്നു ഗുണം ലഭിച്ചത്. ഫസ്റ്റ് ഫേസിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് ഒതുങ്ങി നിന്നത്. കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി. പാവപ്പെട്ടവരുടെ കർഷകത്തിൽ ജീവിത നിലവാരം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹരിത വിപ്ലവം മൂലം പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ കർഷകർക്ക് പ്രത്യേകിച്ച് ജീവിത നിലവാരമൊന്നും ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾക്ക് കുറേയധികം മെഷീനറീസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയധികം ആൾക്കാരുടെ തൊഴിൽ പോയിട്ടുണ്ട്. ഇനി കൂടുതലും ഇത് വാണിജ്യ മേഖലകൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ഭക്ഷ്യ മേഖലകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. സോ ഇതുകൊണ്ടാണ് ഇത് വീറ്റ് റവല്യൂഷൻ എന്ന പേരിൽ ഈ ഹരിത വിപ്ലവം അറിയപ്പെട്ടത്. പിന്നെ ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് കുറച്ചു കീടങ്ങളൊക്കെ ആക്രമിക്കാനുള്ള സാധ്യതയും ഇതിന്റെ ഡിഫക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണം. ഇതിന്റെ ഡിഫക്റ്റ് ആയിട്ട് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിൽ ഭയങ്കരമായിട്ട് അന്തരം കൂടി. ഇതിന്റെ ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്ക് അല്ലെങ്കിൽ ധനവാന്മാരായിട്ടുള്ള കർഷകർക്കാണ്. താഴെക്കിടയിലുള്ള കർഷകർക്ക് അവരുടെ ജീവിത നിലവാരം ഒന്നും ഉയർത്താൻ വേണ്ടിയിട്ട് ഹരിത വിപ്ലവം സഹായിച്ചിട്ടില്ല. ധാരാളം ലോണുകളൊക്കെ എടുക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ ഫേസിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് കൊണ്ട് അവിടെ മാത്രമായിരിക്കും പുരോഗതി ഉണ്ടായിരിക്കുന്നത്. യന്ത്രവൽക്കരണം എന്ത് ചെയ്തിട്ടുണ്ട്? തൊഴിലിന്റെ കുറച്ചൊക്കെ സാഹചര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഗോതമ്പിനായിരുന്നു ഭക്ഷ്യവിളകളിൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ഇനങ്ങളൊക്കെ ആയതുകൊണ്ട് വിളകൾക്കുണ്ടായിരുന്ന കീടങ്ങളൊക്കെ ആക്രമിക്കാനുള്ള സാധ്യതയും ഇവിടെ ഹൈ ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണേ. താങ്ക്